ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബാക്ക് ഫുട്ട് സ്റ്റാൻസ് നല്ലൊരു അഡ്വാൻറ്റേജാണ് കൊടുക്കുന്നത്. പക്ഷേ അങ്ങനെ ഒരു സ്റ്റാൻസ് വന്നു കഴിയുമ്പോഴത്തേന് നമ്മൾ കണ്ടുകൊണ്ടിരുന്നതാണ് ചില ഷോട്ടുകളിൽ പവർ ഉദ്ദേശിച്ച പോലെ വരുന്നില്ല. അപ്പം അതേ വീക്ക്നെസ് തന്നെ പുള്ളി പ്ലസ് പോയിൻ്റ് ആയിട്ടാണ് ഈ ഇടയ്ക്കുള്ള കളികളെല്ലാം കൺവേർട്ട് ചെയ്തത്. ഇപ്പോൾ നമ്മൾ ലാസ്റ്റ് കളിയിൽ ഇംഗ്ലണ്ടിന് ആയിട്ടുള്ള കളിച്ച കളിയിൽ കണ്ടതാണെങ്കിൽ പോലും ജോഫ്ര ആർച്ചറിന് ഒരു എന്താ പറയുന്ന ഒരു ഷോർട്ട് ബോൾ സഞ്ജു അത്രയും ക്രീസിലേക്ക് ബാക്കിലേക്ക് ഇറങ്ങി നിന്നുകൊണ്ട് മാത്രം നല്ലൊരു എലഗൻസ് ആയിട്ട് മറ്റേ കാണാൻ തന്നെ നല്ലൊരു വൃത്തിയോടുകൂടി ബ്യൂട്ടി ആയിട്ടൊരു സിക്സ് എടുത്തിരുന്നു ആ ഒരു ഷോട്ടിൽ. പിന്നെ വെസ്റ്റ് ഇൻഡീസ് ആയിട്ടുള്ള കളിയിൽ നമ്മൾ കണ്ടാണ് ജേസൺ ഹോൾഡർ എറിഞ്ഞ ഒരു സ്ലോയിഷ് ആയിട്ടുള്ള ഡെലിവറി ഒരു ബോഡി ലൈൻ ലെവലിൽ തന്നെ വന്നെന്ന് നമുക്ക് പറയാൻ പറ്റുന്ന പുള്ളി സാധാരണഗതിയിൽ അത് ലെഗിലേക്ക് കളിക്കേണ്ട ഒരു ബോൾ പുള്ളി കാമായിട്ട് നിന്ന് ഓഫിലേക്ക് കട്ട് ചെയ്ത് വിട്ടൊരു കാഴ്ച. അപ്പം എനിക്ക് തോന്നുന്നത് വെച്ച് കഴിഞ്ഞാൽ പുള്ളി സഞ്ജു മനസ്സിലാക്കി കഴിഞ്ഞു പുള്ളിയുടെ വീക്ക് പോയിൻറ്റ്സ് എന്തൊക്കെയാണ് എതിരാളികൾ മനസ്സിലാക്കിയത്, എങ്ങനെയാണ് പുള്ളി വീഴ്ത്തിക്കൊണ്ടിരുന്നുള്ള കാര്യം ക്ലിയർ ആയിട്ട് സഞ്ജുവിന് അണ്ടർസ്റ്റാൻഡിങ് വന്നു. അത് ഓവർകം ചെയ്ത് പുള്ളി ഇവിടെ വന്നതാണ് പുള്ളിയുടെ ഒരു സക്സസ് എന്ന് പറയുന്നത്. അപ്പം അതുപോലെ തന്നെയാണ് അഭിഷേക് ശർമ്മയുടെ കാര്യം. അഭിഷേക് ശർമ്മയ്ക്ക് ഓഫ് സ്പിന്നറിനോടുള്ളൊരു വീക്ക്നെസ് എല്ലാ ടീമും മനസ്സിലാക്കി കഴിഞ്ഞു. അതനുസരിച്ചുള്ള ഫീൽഡ് പ്ലേസ്മെൻറ്റ്. ഇപ്പോൾ കഴിഞ്ഞ കളിയാണെങ്കിൽ പോലും സഞ്ജു വളരെ നല്ല രീതിയിലാണ് സ്പിന്നേഴ്സിനെ സ്ട്രൈക്ക് ചെയ്തുകൊണ്ടിരുന്നത്. ഓൾറെഡി ആ ഓവറിൽ നമ്മൾ കണ്ടതാണ്. അപ്പം സഞ്ജുവിന് അഭിഷേക് ജസ്റ്റ് സ്ട്രൈക്ക് റൊട്ടേറ്റ് ചെയ്തിരുന്നെങ്കിൽ ആ ഒരു വെല്ലുവിളി നടന്നൊരു ഓവർ അങ്ങ് കടന്നു പോയത്. പിന്നെ വരുന്ന ബോളിൽ അഭിഷേകിന് സ്വന്തം രീതിയിലുള്ള കളികൾ കളിക്കാനൊരു ചാൻസ് വന്നില്ല. അപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും ഫോം ഔട്ടായ ഒരു കളിക്കാരൻ ആദ്യം ബോൾ വേസ്റ്റ് ചെയ്യാണ്ട് സിംഗിൾസോ ഡബിൾസോ ഒക്കെ സ്ട്രൈക്ക് റൊട്ടേറ്റ് ചെയ്ത് ശരിക്കും ഒരു ടൈമിംഗ് വന്നു കഴിയുമ്പോൾ മുതൽ ആഞ്ഞടിക്കാൻ നോക്കണം. അതാണ് അങ്ങനെ വന്നു കഴിഞ്ഞാലേ നമുക്ക് ഫോമിലേക്ക് പെട്ടെന്ന് തിരിച്ചു വരാൻ പറ്റുള്ളൂ. അപ്പം T20 ആണ്, അങ്ങനെ ബോൾ വേസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല എന്നൊക്കെ പറയുന്നവരുണ്ട്. പക്ഷേ അതൊരു കാരണം തന്നെയാണ്. എന്നിരുന്നാലും ലാസ്റ്റ് വേൾഡ് കപ്പിൽ വിരാട് കോഹ്ലിയെ പോലെ ഫൈനൽ വേണ്ടിയിട്ട് മികച്ച ഇന്നിങ്സ് അഭിഷേകിന് കളിക്കാൻ പറ്റട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അപ്പം അതുപോലെ തന്നെ വേറൊരു നമ്പർ 1 കളിക്കാരൻ നമ്മുടെ വരുൺ ചക്രവർത്തി, പുള്ളിക്കും ടൂർണമെൻറ്റിൻ്റെ തുടക്കത്തിൽ എങ്ങനെ വന്നോ അങ്ങനെ ഒരു ഫോമിലേക്ക് അവസാനത്തിലേക്ക് പോകാൻ സാധിക്കുന്നില്ല. ടീമുകളെല്ലാം പുള്ളിക്കെതിരെ വ്യക്തമായിട്ടുള്ളൊരു ഹോംവർക്ക് ചെയ്തു വന്ന് തെരഞ്ഞു പിടിച്ച് കളിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പം പുള്ളി എനിക്ക് തോന്നുന്നത് വെച്ച് കഴിഞ്ഞാൽ പുള്ളിയുടെ സ്ലോ വേരിയേഷനിൽ ഒന്നുകൂടെ ഇമ്പ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ പുള്ളിക്ക് ഈസി ആയിട്ട് ഇന്നത്തെ കളിയിൽ കുറച്ച് വിക്കറ്റുകൾ എടുക്കാൻ പറ്റും. പിന്നെ